ഈ ത്രിസന്ധ്യ സമയത്ത് ഉമ്മറത്ത് നിലവിളക്ക് കത്തി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഐശ്വര്യം. ഈ സമയം ഒരു ഭക്തിഗാനം ഇടാൻ ഇവിടെ ആരുമില്ലേ? വേലായുധ, ഒരു ഭക്തിഗാനം അങ്ങോട്ട് ഇടുക. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ. വയസ്സാം കാലത്ത് മനുഷ്യന്റെ കൺട്രോൾ കളയിക്കാൻ രഥമണി. എവിടെ പോയിരുന്നു? തൊഴാൻ പോയി. ഏത് വള്ളത്തിൽ? വള്ളത്തിലല്ല, അമ്പലത്തിൽ തൊഴാൻ പോയെന്ന്. കള്ളി, എന്നിട്ട് നിന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടവർ പലരുമുണ്ടല്ലോ. അത് കോവിലിൽ വന്ന ആരെങ്കിലും ആയിരിക്കും. ഭാഗ്യം. ഇന്നാ മനുഷ്യ. എന്താടി ഇത്? അർച്ചന കഴിച്ചതാ. കൊണ്ടുപോടി അവിടുന്ന്. വല്ലവളുമാര് കഴിച്ചതിന്റെ ബാക്കിയാണോ ഞാൻ കഴിക്കുന്നത്? അയ്യോ, എന്റെ പേരിൽ അമ്പലത്തിൽ അർച്ചന കഴിച്ചതാണെന്ന്. അപ്പൊ എന്റെ പേരിൽ എന്ത് കഴിച്ചു? പുട്ടും കടലയും. അമ്പലത്തിന്നോ? അല്ല, നിങ്ങളുടെ സ്ഥിരം പറ്റുകടയിൽ നിന്ന്. അപ്പോൾ ഇന്നും ആ ചായക്കടക്കാരൻ സുധാകരന്റെ തന്തയ്ക്ക് വിളി കേൾക്കണമല്ലോ പക്കപ്പാനെ. ആട്ടെ, നിങ്ങൾ ഒരു വെടിക്ക് പൈസ കൊടുക്കാനുണ്ട് അല്ലേ? അല്ല, അത് പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? അമ്പലത്തിലെ വെടിവെപ്പുകാരൻ പരമു പറഞ്ഞു, വഴിപാട് നടത്തിയാൽ കാശ് കൊടുത്തൂടെ മനുഷ്യ. ഉരുകിപ്പോയി. ആട്ടെ രാധമണി, അടുത്തു വരൂ. കാവില് വിളക്ക് വെച്ചോ? നീ വെച്ചു. പോയി എടുത്തിട്ട് വാടി. കള്ളന്മാരുള്ള ഏരിയ വീടിനകത്ത് വെച്ചിട്ട് കാണുന്നില്ല, പിന്നെ പുറത്ത്. ഓ, ഒരു പാട്ടവിളക്ക് എടുത്തോണ്ട് പോയിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ആ പിന്നെ ദീപാരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അമ്പലത്തിലെ സെക്രട്ടറി നിങ്ങളെ തിരക്കി. തിരക്കും. നട്ടിലുള്ള ആണുങ്ങളെ ആണുങ്ങൾ തിരക്കും. അതെ, സെക്രട്ടറി എന്തു പറഞ്ഞു? നാളെയും സമൂഹ സദ്യയുണ്ട്, നിങ്ങളോട് നാണമില്ലാതെ വന്നിരുന്ന് തിന്നിട്ട് പോകാൻ. അല്ല, ഇത്തവണത്തെ ഉത്സവത്തിന് എന്റെ സംഗീത കച്ചേരി ക്ഷേത്രത്തിൽ നടത്തുന്ന കാര്യം നീ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ കച്ചേരി അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ കച്ചേരി നടത്തുന്നതിനും ഭേദം അവിടെ നടക്കുന്ന സമൂഹ സദ്യയിൽ വിഷം കലർത്തുന്നതാണെന്ന്. നീ പ്രധാനപ്പെട്ട പലതും മറക്കുന്നു. ഞാൻ എന്തു മറന്നു? ഈ മാസം 14-ാം തീയതി നമ്മുടെ വിവാഹ വാർഷികമാണ്. രാജേട്ടാ, 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ എന്ത് കണ്ടിട്ടാ ജീവിതം തുടങ്ങിയത്? ഈ വർഷങ്ങൾക്കിടയിൽ നീ എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ? വിശ്വാസം അതല്ലേ എല്ലാം. 25 വർഷം എന്റെ കൂടെ കടിച്ചു പിടിച്ചു നിന്ന നിങ്ങളെ സമ്മതിക്കണം. രഥമണി. രാജേട്ടാ, ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനേ, മിണ്ടാൻ മടി മനസ്സിൻ എന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനേ, കരളിൻ കൊമ്പിളിൽ കുളിരിൻ തുള്ളി നീ കനവിൻ ചില്ലയിൽ പടരും വള്ളി നീള പോലെന്നും ഇവളിനി രാഗലോലമായ മോഹിനി. എല്ലാ വർഷത്തെ വിവാഹ വാർഷികം പോലെയല്ല ഇത്തവണ നമ്മുടെ ആഘോഷം. ഇത്തവണ നമ്മുടെ വിവാഹ ഫോട്ടോ പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ? ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാരറിയട്ടടി. എന്താ നീ വിളിച്ചത്? പിള്ളേർ രച്ചാന്ന്. എന്താ, എന്തു പറ്റി? നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോ ചെയ്യാത്ത ഏതോ ഒരു കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കുന്നത് പോലൊരു തോന്നൽ. ചെന്തെങ്ങിൽ പൊന്നിളനീരുണ്ടേ, ചെറുതേന്മാവിൽ മാമ്പഴമിന്നുണ്ടേ, ഇളനീർ മുത്തി കട്ടുകുടിക്കാൻ ഇത് വഴിയേ വായോ, ഈ മാമ്പഴം ഒന്ന് കടിച്ചു രസിക്കാൻ ഇതിലേ നീ വായോ. മോളെ സുഗന്ധി. എന്താ അമ്മേ? പതിവില്ലാതെ ഈ അരപ്പാവാട ഉടുത്തോണ്ട് നീ ഇതെങ്ങോട്ടാ? ഇന്ന് ശനിയാഴ്ചയല്ലേ, ഉച്ചവരെയുള്ളൂ ക്ലാസ്, അതാ ഈ അരപ്പാവാട. എന്നാ നീ നാളെ പുറത്തിറങ്ങണ്ട. അതെന്താ? നാളെ ഞായറാഴ്ചയല്ലേ, ക്ലാസ്സേ ഇല്ലല്ലോ. ഇന്നാ നിന്റെ പുന്നാരച്ചൻ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന ഐസ് ഫ്രൂട്ട്
അയ്യോ, ഐസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് 2 കമ്പ് മാത്രമല്ലേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഐസും മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോ 2 കമ്പെങ്കിലും കിട്ടിയത് നിന്റെ ഭാഗ്യമാടി. അതെ അച്ഛാ, ഇന്നലെ രാത്രി 12 മണിക്ക് അച്ഛൻ എന്റെ മൊബൈലിൽ വിളിച്ചായിരുന്നോ? അത് നിന്റെ നമ്പർ ആയിരുന്നോ? അതെ, അതെന്റെ 10ാമത്തെ സിമ്മിന്റെ നമ്പറാ. അപ്പൊ ആ വടക്കേ വീട്ടിലെ സുധാകരൻ എന്നെ പറ്റിച്ചു. രാത്രി വിളിച്ച മതി, ഒരു ഉഗ്രം പീസാണ്, നേരം വെളുക്കും വരെ സൊല്ലാന്ന് പറഞ്ഞിട്ട്. എടാ സുധാകരാ, അച്ഛന്റെ നമ്പർ എനിക്ക് കാണാപ്പാട് അറിയാവുന്നത് എന്റെ ഭാഗ്യം. മോളെ സുഗന്ധി, ഇന്നലെ രാത്രി ആരാടി അടുക്കള വാതിൽ തുറന്നിട്ടത്? അത് ഞാനാ. എന്തിന്? ആരോ വരുന്നത് പോലെ തോന്നി. എന്നിട്ട് ആരായിരുന്നു? അതൊരു നിഴലായിരുന്നു. എന്നാ രണ്ടുപേരും കേട്ടോ, ആ നിഴൽ തിരിച്ചു പോയപ്പോൾ ചവിട്ടിയത് എന്റെ നെഞ്ചത്താടി. മനുഷ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നു മുതൽ അകത്ത് കയറി കടന്നോളണം. അതെന്താ? നിഴൽ 1 അല്ല 2 ഉണ്ട്. 2ന്റെയും ചവിട്ട് കിട്ടിയാലേ നിങ്ങളുടെ ഊപ്പാട് വന്നു പോകും. അച്ഛാ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. രാധാമണി, നീ അകത്ത് പോ. ദേ മോളെ, ഞാനും അകത്ത് പോവാ. നീ ഒറ്റയ്ക്ക് നിന്ന് കൊതി തീരുവോളം സംസാരിച്ച് തീരുമ്പോ എന്നൊരു സിഗ്നൽ തന്നാ മതി, ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നോളാം. അതല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താടി? അതെ, എന്റെ ക്ലാസ്മേറ്റ് മനുവും ഞാനും ആത്മാർത്ഥ സ്നേഹത്തിലാ. ഞങ്ങളുടെ കല്യാണം അച്ഛനും അമ്മയും നടത്തി തരണം. ആത്മാർത്ഥ സ്നേഹം എന്നിട്ടാണോടി നിന്റെ മേശയെന്ന് 36 സിം കാർഡും 8 മൊബൈൽ ഫോണും കിട്ടിയത്? അത് പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇതാ പറയണത്, അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകള് ഹൈ ജമ്പ് ചാടൂന്ന്. അപ്പൊ ഇത്രയും നാളും നീ നിന്റെ മുറച്ചെറുക്കൻ ബാബുവിനോട് കാണിച്ചത് അത് സ്നേഹം. അപ്പം മനുവിനോട് കാണിക്കുന്നതോ പ്രേമം. അപ്പോ കറവക്കാരൻ അണ്ണാച്ചിയോട് കാണിക്കുന്നത് അത് കാതലല്ലേ? എടി, ആ ഗൂർഖ രാം സിംഗിനോട് കാണിക്കുന്നതോ അത് ഇഷ്ക്. ആ പുഷ്ക് ആ പലിശക്കാര ക്ലീറ്റസിനോട് കാണിക്കുന്നതോ ലവ്. ഇങ്ങനെ എന്തെല്ലാം പര്യായങ്ങളാ പ്രേമത്തിന് അറിയാമോ? ദേ മനുഷ്യ, കേട്ടല്ലോ, ഇങ്ങനെ പോയാൽ ഇവിടെ ഈ വീട്ടിൽ കളങ്കം വരുത്തും. ഈശ്വരാ, ഇപ്പൊ തന്നെ മംഗളവും മനോരമയും വരുത്തുന്നതിന്റെ പൈസ ഒരു വിധത്തിലാ കൊടുക്കുന്നത്. ഇനി കളങ്കം കൂടി വരുത്തിയ ഞാൻ എവിടുന്ന് എടുത്തു വെച്ച് കൊടുക്കൂ എന്റെ ഭഗവാനെ. മോളെ, കണിമംഗലം തറവാട്ടിലെ രാധാമണി തമ്പുരാട്ടിയുടെ മൂത്ത മകൾ 10 മാസം ചുമന്നു പെറ്റെന്ന് ഈ അമ്മ കേൾക്കരുത്. അമ്മേ, 6ാം മാസത്തിൽ തന്നെ അബോർഷൻ ചെയ്തോളണം. മോളെ, എന്ത് പറ്റിയടി? എന്ത് പറ്റി മോളെ? എന്ത് പറ്റി നിനക്ക്? ചതിച്ചല്ലോടി നീ. മോളെ, ഇതാ പറയണത്, പ്രേമവും മദ്യവും ഒരുപോലാണെന്ന്. അതെന്താ അച്ഛാ? രണ്ടും ഓവറായാൽ വാള് വെക്കും. പറയടി, ആരാ നിന്നെ ചതിച്ചത്? ആ മനുവാണോ? അല്ല അമ്മേ. എന്നാ പിന്നെ ആ മുരുകനണ്ണാച്ചിടെ ആയിരിക്കും. പൊഴി സൊല്ലാതെ സൊല്ലടി, ഇന്ത കുളന്ത യാരുടേത്? സൊല്ലടി. അല്ല അച്ഛാ, ഞാൻ പറയില്ല. സത്യം പറഞ്ഞോണം, ആ ക്ലീറ്റസിന്റെ അല്ലേ? അല്ല അമ്മേ. എന്നാ ആ മാട്ട ഗൂർഖയുടെ ആയിരിക്കും. കിസ്കാ ബെച്ചാ ഹേ? ബോലോ, സത്യം പറയടി, നിന്റെ വയറ്റിൽ കിടക്കണ കൊച്ച ആരുടേതാടി? ഇല്ല, എനിക്ക് പറയാൻ സാധിക്കില്ല. സാധിക്കില്ലേ? എന്തുകൊണ്ട്? തൃശൂർ പൂരത്തിന് എത്ര ആനയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പൂരത്തിന് എത്ര പേരുടെ മേളമുണ്ടെന്ന് ചോദിച്ചാലും ഞാൻ പറയാം. പക്ഷേ ആ പൂരത്തിന് പൊട്ടിയ വെടികളുടെ എണ്ണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ എണ്ണി പറയും അച്ഛാ?